രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബർ ഡ്രൈവറുമൊത്തുമുള്ള ഒരു പുതിയ സംഭാഷണ വീഡിയോ ഇറങ്ങി. രാഹുൽ ഗാന്ധി താഴെത്തട്ടിലുള്ള ആളുകളുമായി അവരുടെ തൊഴിൽ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി നേരിട്ട് സംവദിക്കുന്നു. അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു. ഗവൺമെന്റുകൾ ഏത് തരത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവരുടെ ജീവിതം മെച്ചപ്പെടും എന്ന് അവരോട് തന്നെ അഭിപ്രായം ആരായുന്നു. അവരുടെ ഫാമിലിയുമായും മക്കളുമായും നേരിട്ട് സംവദിക്കുന്നു. എന്നിട്ട് യൂട്യൂബിൽ അത് പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ചെയ്യുന്ന വീഡിയോകൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. 2 ദിവസം മുമ്പ് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ പുതിയ വീഡിയോ നമ്മൾക്ക് നോക്കാം. മണിക്കൂറുകൾ കൊണ്ട് അത് 10,000-കണക്കിന് ആളുകൾ വാച്ച് ചെയ്ത വീഡിയോ. ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മലയാളത്തിൽ നോക്കാം. സീൻ 1. ഈ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു യൂട്യൂബർ ടാക്സി അദ്ദേഹം ബുക്ക് ചെയ്യുകയാണ്. മിനിറ്റുകൾക്കകം ഒരു ടാക്സി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. രാഹുൽ ഗാന്ധി അതിൽ കയറി. പിറകിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഗാർഡുകൾ ഇരുന്നു. ഡ്രൈവറുടെ പേര് സുനിൽ ഉപാധ്യായ്. അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. കല്യാണത്തിന് മുമ്പ് ഈ സുനിൽ ഉപാധ്യായ് ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. കല്യാണത്തിന് ശേഷം അദ്ദേഹം ടാക്സി ഡ്രൈവറായി. 5 വർഷമായി അദ്ദേഹം ഈ ജോലി ചെയ്യുന്നു. എത്ര മണിക്കൂർ ജോലി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. 12 to 16 മണിക്കൂറുകൾ ജോലി ചെയ്യും. CNGയുടെ റേറ്റ് കൂട്ടിയിട്ടും ടാക്സിയുടെ ഫെയർ കൂട്ടിയില്ല. അതിനാൽ കാര്യമായ പ്രോഫിറ്റ് ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം കംപ്ലൈന്റ് പറഞ്ഞു. മറിച്ച് കമ്പനികൾക്ക് നല്ല ലാഭമാണ് ലഭിക്കുന്നത് പ്രോഫിറ്റ് ആയിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഗ്രാജുവേറ്റ് ആണ്. ITIയിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം യമഹ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിൽ കോൺഗ്രസ് പാർട്ടി പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആരെല്ലാം ഊബർ അതോ ടാക്സി ഓടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡെലിവറി ജോബ് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം അവരുടെ ഓരോ ട്രാൻസാക്ഷനും നിശ്ചിത ശതമാനം തുക അവരുടെ പെൻഷനായി കട്ട് ചെയ്യണം എന്ന് അവരുടെ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്യുന്ന തുക പെൻഷനായി പിന്നീട് മൊത്തമായി അവർ ജോലി ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കും. ഇത് നല്ലതാണോ എന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധി ഡ്രൈവറോട് ചോദിച്ചു. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണെന്ന് ഡ്രൈവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു തനിക്ക് ഇപ്പോൾ ഡെയിലി 2 or 3 മാക്സിമം 5 ട്രാൻസാക്ഷൻ വരെ ഡെയിലി നടക്കുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. വീട്ടിലെ എക്സ്പെൻസ്, വണ്ടിയുടെ പണി, ഗ്യാസ് എന്നിവ കഴിച്ച് ഒരു പൈസ പോലും ബാക്കി വരുന്നു എന്ന് അദ്ദേഹം ഡ്രൈവർ രാഹുൽ ഗാന്ധിയോട് പരാതി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്റെ സ്റ്റേറ്റ്മെന്റ്, 1 മാസത്തെ സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഗാന്ധിക്ക് മൊബൈലിൽ കാണിച്ചു കൊടുത്തു. സീൻ 2. തിരിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി. ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. സീൻ 3. പിറ്റേ ദിവസം രാവിലെ സർപ്രൈസ് ആയി അദ്ദേഹത്തിന്റെ ഫാമിലിയെ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ വൈഫുമായും അദ്ദേഹത്തിന്റെ കുട്ടികളുമായും അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ജോലിയുടെ കാഠിന്യത്തെ പറ്റിയും ഉറക്കം എത്ര മണിക്കൂർ എന്നതിനെ പറ്റിയും എക്സ്പെൻസുകളെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ വൈഫുമായി ചോദിച്ചറിഞ്ഞു. ചെറിയ കുട്ടിയോട് അദ്ദേഹം കുശലാന്വേഷണം നടത്തി. എന്നിട്ട് എനിക്ക് വലുതായാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറാകണമെന്ന് കുട്ടി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെ മൂത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ എനിക്ക് സോൾജിയർ ആകണമെന്ന് മറുപടി പറഞ്ഞു. തിരിച്ച് അദ്ദേഹത്തിന്റെ വൈഫ് ഇതൊരിക്കലും സ്വപ്നമാണോ എന്ന് അറിയില്ല, ശരിക്കും സർപ്രൈസ് ആയിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അവരോടൊപ്പം ചേർന്ന് ഫുഡ് കഴിക്കുകയും ഐസ്ക്രീം കഴിക്കുകയും അതോടൊപ്പം ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ വീഡിയോ ആണ് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് താഴേക്കിടയിലെ ജനങ്ങളിൽ വളരെയധികം പോപ്പുലാരിറ്റി രാഹുൽ ഗാന്ധിക്ക് നൽകുന്നുണ്ട്. ദിനം പ്രതി അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇത്തരം വീഡിയോയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഭരണാധികാരി എങ്ങനെ തൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.